നമ്മൾക്ക് ഏതെങ്കിലും EMI സ്കീം കൊടുക്കാൻ കഴിയുമോ? ഒരു സെയിൽസ് നടന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടം ആ ഒരു സെയിൽസ് അല്ല, പകരം ആ ഒരു കസ്റ്റമറിനെയാണ്. ഇനി ഇത് MLM ബിസിനസ്സിലാണ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്, നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ. പ്രൊഡക്റ്റിലുള്ള വിശ്വാസം നമുക്കാണ് ആദ്യം വേണ്ടത്. പ്രാക്ടിക്കൽ ബിസിനസ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കസ്റ്റമറിൻ്റെ ഫിയർ സോണിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സെല്ലറിൻ്റെ ഫിയർ സോണിനെ കുറിച്ചാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുമ്പം നമ്മളുടെ ഉള്ളിൽ ഏതെല്ലാം എലമെൻറ്റുകൾ ഫിയർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനാണെങ്കിലും കസ്റ്റമർ മീറ്റിങ്ങിനാണെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തു പോകേണ്ടതുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഒരു സെയിൽസ് നടന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടം ആ ഒരു സെയിൽസ് അല്ല, പകരം ആ ഒരു കസ്റ്റമറിനെയാണ് നമുക്ക് നഷ്ടമായിട്ട് വരുന്നത്. കസ്റ്റമറിൻ്റെ ഫിയർ സോൺ മാതിരി തന്നെ ഒരു സെല്ലറിൻ്റെയും ഫിയർ സോൺ വർക്ക് ചെയ്യാറുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ കസ്റ്റമറിൻ്റേതുപോലെ തന്നെ ഒരു ഫിയർ സോൺ വരുന്നുണ്ട്, ഒരു ലോജിക്കൽ സോൺ വരുന്നുണ്ട്, ഒരു ഇമോഷണൽ സോണും എത്തുന്നുണ്ട്. കസ്റ്റമറിൻ്റെ ഫിയർ സോണിൽ വരുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ട്രസ്റ്റാണ്, അല്ലേ? നമ്മളെ കൃത്യമായിട്ടുള്ളൊരു സമയത്ത് പറഞ്ഞ സമയത്ത് എത്തുക എന്നുള്ളത്. നമ്മൾക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ വൈകി എത്താനോ എത്താതിരിക്കാനോ, അല്ലെങ്കിൽ അവിടെ പോയിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ കുറേ നേരത്തെ പോകുന്ന ഒരവസ്ഥ വരും. പ്രൊഡക്റ്റിലുള്ള വിശ്വാസം നമുക്കാണ് ആദ്യം വേണ്ടത്. എല്ലാ ഓൺട്രപ്രനറും പറയുന്ന ഒരു വിഷയം, എനിക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ എൻ്റെ സ്റ്റാഫിന് ഞാൻ ചെയ്യുന്നത്രയും സെയിൽസ് ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കാരണം ഒരു ഓൺട്രപ്രനറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവന് 100% വിശ്വാസം ഉണ്ടായിരിക്കും. അവൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് മാതിരി ഒരു സ്റ്റാഫിന് സംസാരിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് സ്റ്റാഫ് പെർഫോമൻസ് കുറയുകയും എന്നാൽ ഒരു ഓൺട്രപ്രനറിൻ്റെ സെയിൽസ് പെർഫോമൻസ് കൂടുകയും ചെയ്യുന്നത്. സോ ഒരു സ്റ്റാഫായി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ആ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയിരിക്കണം. പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ പാർട്ടിലേക്കും പ്രൊഡക്റ്റ് നോളജ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ പാർട്ടിലും നമ്മൾക്ക് പ്രൊഡക്റ്റ് നോളജ് ആവശ്യം വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് ഏതെല്ലാം തരത്തിൽ വർക്ക് ചെയ്യിപ്പിച്ചാലാണ് കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യത, ആ പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആരൊക്കെ ഉണ്ടാക്കുന്നു, ഏതൊക്കെയാണ് ആ പ്രൊഡക്റ്റ്, ആ പ്രൈസ് റേഞ്ചുകൾ ഏതൊക്കെയാണ്, നമ്മളുടെ പ്രൈസ് റേഞ്ചും മറ്റുള്ളവരുടെ പ്രൈസ് റേഞ്ചും തമ്മിൽ വ്യത്യാസമുണ്ടോ, ഈ വ്യത്യാസം വന്നത് ഏത് എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് വാല്യൂ അഡീഷൻ കാരണമാണ് ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഏതെങ്കിലും EMI സ്കീം കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് സ്കീം കൊടുക്കാൻ കഴിയുമോ? ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ച് കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ആവശ്യപ്പെടാം. നിങ്ങൾ 2 പീസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പീസും അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റും ചേർന്നിട്ടുള്ള ഒരു കോംബോ സെക്ഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20% വരെ ഡിസ്കൗണ്ട് തരാൻ പറ്റും. അപ്പം നമ്മൾ ഒരു ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും എന്തെങ്കിലും തരുന്ന ആ ഒരു മ്യൂച്വൽ കണ്ടീഷനിങ് നമുക്കിവിടെ സാധ്യമാണോ? ഇത്രയും കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പരിചയം, അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ അവന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പെയിൻ പോയിൻറ്റുകൾ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. നമ്മൾ അവിടെ ബ്ലാങ്ക് ആയി പോവാതെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നതെന്നും ഇത് നമ്മളുടെ കമ്പനിയിലായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. അത് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റേഷന്
ഏറ്റവും നന്നായിട്ട് ഫലവത്തായിരിക്കും. കസ്റ്റമറിൻ്റെ ഫിയർ സോണിനെ വളരെ ഈസി ആയിട്ട്, ഫിയർ സോണിനെയും ലോജിക്കൽ സോണിനെയും വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഇത്തരം വിവരങ്ങൾ പറ്റും. നമ്മളുടെ കമ്പനി, നമ്മളുടെ പ്രൊഡക്റ്റ്, ഇതിനെക്കുറിച്ച് കസ്റ്റമർ എന്ത് ചോദിച്ചാലും നമ്മളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ളതും ആക്യുറേറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ആൻസറുകൾ ഉണ്ടായിരിക്കണം. വെറുതെ ഒരു ആൻസർ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന ആൻസറുകൾ കൃത്യമാണ് എന്ന് കസ്റ്റമറിനെ ബോധിപ്പിക്കുന്ന വിധത്തിലുള്ള ഡാറ്റാസ് നമ്മളുടെ ബിസിനസ് ടൂൾ കിറ്റിനകത്ത് ഉണ്ടായിരിക്കണം, നമ്മളുടെ ബാഗിനകത്ത് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ മൂസുകൾ, പ്രൊഡക്റ്റിൻ്റെ സെപ്പറേറ്റ് ബ്രോഷറുകൾ, അതിൻ്റെ വാറൻ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇതെല്ലാം കയ്യിൽ രേഖകളായിട്ട് കയ്യിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇത് MLM ബിസിനസ്സിലാണ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്, നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ, ഒരിക്കലും ഏണിങ്സിൻ്റെ കാര്യത്തിൽ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നുണ പറയാൻ പാടില്ല. നമുക്ക് എന്താണോ ഏണിങ് കിട്ടിയിരിക്കുന്നത്, ആ കിട്ടിയിരിക്കുന്ന ഏണിങ്ങിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൂഫ് കയ്യിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, എനിക്ക് ഇത്രയൊക്കെ വരുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നേക്കാൾ എത്രയോ കണക്ഷൻസ് ഉള്ള അങ്ങേക്ക് എൻ്റെ എത്രയോ ഇരട്ടി പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സജഷൻ മാതിരി നമുക്ക് പറയാനും, നമുക്ക് അവരുടെ മുന്നിൽ വെറുതെ എന്തെങ്കിലും പറയല്ലാതെ കൃത്യമായിട്ടുള്ള പ്രൂഫോട് കൂടിയിട്ട് പറയുമ്പോൾ നമ്മളുടെ മുകളിലുള്ള ട്രസ്റ്റ് കസ്റ്റമറിന് വരും. നമ്മളുടെ മുകളിലുള്ള ട്രസ്റ്റ് മാത്രമല്ല, നമുക്ക് നമ്മളോടൊരു ട്രസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് നോളജ് വളരെ മസ്റ്റാണ്. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാകുമ്പം നമുക്ക് സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിച്ചാൽ നമ്മളുടെ എനർജി ലെവല് അടിയിലേക്കാണ് പോകുന്നത്. നമ്മളുടെ ഐ കോണ്ടാക്റ്റിംഗ് നടക്കുന്നില്ല എങ്കിൽ, ഐ കോണ്ടാക്റ്റിംഗ് നടക്കാത്ത എപ്പോഴാണ്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഐ കോണ്ടാക്റ്റിംഗ് നടക്കാത്തത്. കസ്റ്റമറിൻ്റെ മുഖത്ത് നോക്കി, പ്രത്യേകിച്ച് അവൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, നമ്മുടെ കമ്പനീനെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കണം. മറ്റ് സ്റ്റാഫുകളായിട്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളാവരുത്. എങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ കമ്പനിയിൽ നമുക്ക് ട്രസ്റ്റും ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ലോജിക് സോണിലാണ് വരുന്നത്. നിങ്ങളുടെ ഗ്യാരണ്ടി, വാറൻറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സർവീസിങ്, സെയിൽസ് സർവീസിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസ്, നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു റേഞ്ച് ആയിരിക്കണം വിലയായിട്ട് ആദ്യമേ പറയേണ്ടത്. അതിനുശേഷം അതിനകത്തോട്ട് വാല്യൂ ആഡ് ചെയ്തിട്ട് പുതിയ വിലയിലേക്ക് എത്തിക്കുക. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലോജിക് സോണ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ടഫാണ്, ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിയർ സോൺ എന്ന് പറയുന്നത്. ഫിയർ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോജിക് സോണും അതിനോടനുബന്ധിച്ച് നമുക്ക് ഇമോഷണൽ സോണും ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ലോജിക് സോണിൽ നമുക്ക് ആവശ്യം വരുന്നത് വില എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വാല്യൂ അഡീഷൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ സർവീസ്, നമ്മളുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ, ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളുടെ കയ്യിൽ കരുതണം. ഇമോഷണൽ പാർട്ട്, ലോജിക്കൽ കഴിഞ്ഞ് ഇമോഷണൽ പാർട്ട്, അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പല കഥകളും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതായി സാർ, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതായി, അത് അയാളുടെ ബിസിനസ്സിൻ്റെ 3 ദിവസം ഇല്ലാതാക്കിപ്പോയി, അയാളുടെ മൂവബിലിറ്റി ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്ഷൻ നിന്നുപോയി. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു നഷ്ടം വരില്ലായിരുന്നു. കാരണം ഈ പ്രൊഡക്റ്റിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും ആ വന്നിരിക്കുന്ന നഷ്ടം. അതൊരിക്കലും ഉണ്ടാക്കി പറയുന്നത് മാതിരി, അയാളുടെ കമ്പൽ ചെയ്യുന്നാൽ അയാളെ നിർബന്ധിക്കുന്ന മാതിരിയോ നമ്മളുടെ കസ്റ്റമറിന് ഒരിക്കലും ഫീല് ചെയ്യാത്ത വിധത്തിലായിരിക്കണം ഇത്തരം കഥകൾ പറയേണ്ടത്. കസ്റ്റമറിനായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. നല്ല കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ പ്രൊഡക്റ്റ് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. നമ്മളുടെ കമ്പനിയെ അതേമാതിരി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമോഷണൽ ഏരിയയിൽ തന്നെ ഇതെൻ്റെ സ്റ്റാറ്റസിന് പറ്റിയതാണ് എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങും. സ്വാഭാവികമായിട്ടും വാറൻറ്റിയോ അല്ലെങ്കിൽ സർവീസോ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സർവീസ് കൊടുത്തതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവുക.
ഇതും ആ ഒരു കമ്പനി അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഇമോഷണൽ പാർട്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സെക്ഷനായ സെയിൽസ് ക്ലോസിങ്ങിലേക്ക് പോകാൻ കഴിയും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നോളജ് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നോളജ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു കസ്റ്റമർ ഇല്ലാതായി പോകും. നമ്മളൊരു പുതിയ കാര്യം കേൾക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. അവിടേക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ ആ പുതിയ കാര്യത്തെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ബൈ.